പാലക്കാടാണ് നന്ദു അതിശക്തമായ ചൂട്. എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ? 40 ഡിഗ്രിക്ക് അപ്പുറത്തേക്കൊക്കെ പോകുമെന്നൊക്കെ പറയുന്നു. വെന്തുരുകേണ്ട ഒരു അവസ്ഥയാണല്ലേ പാലക്കാട് ജനങ്ങൾക്ക്? ദിവ്യ, തീർച്ചയായിട്ടും പാലക്കാട് ജില്ലയിൽ ഈ ഒരു ചൂടിന് വലിയ മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല. കഴിഞ്ഞ ഒരു 6 ദിവസമായി പാലക്കാട് ജില്ലയിൽ സമാനമായ രീതിയിലാണ് ഈ ഒരു ഉഷ്ണം നിലനിൽക്കുന്നത്. പക്ഷേ ഈ ജില്ലയിലെ ഈ ഒരു പ്രാദേശികമായ കാലാവസ്ഥാ ഗവേഷണ കേന്ദ്രങ്ങളിൽ ഉൾപ്പെടെ ഈ ചൂട് രേഖപ്പെടുത്തുന്നത് കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. 41 ഡിഗ്രി വരെ ഉണ്ടായിരുന്ന ചൂട് ഇപ്പോൾ ഒരു 38-40 ഡിഗ്രി വരെയാണ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഉഷ്ണത്തിന് കുറവുണ്ടാകുന്നില്ല. അതിന് പ്രധാനപ്പെട്ട കാരണം അന്തരീക്ഷ ഈർപ്പത്തിൽ ഒരു തരത്തിലുമുള്ള കുറവില്ല എന്നുള്ളതാണ്. കുറവില്ല എന്നുള്ളത് മാത്രമല്ല, അന്തരീക്ഷ ഈർപ്പം വലിയ തോതിൽ പാലക്കാട് ജില്ലയിൽ ഇപ്പോഴും വർദ്ധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇന്നലെ ഏറ്റവും ഒടുവിലായി രേഖപ്പെടുത്തിയ അന്തരീക്ഷ ഈർപ്പം 54%. അങ്ങനെ വരുമ്പോൾ ഈ ചൂട് വലിയ തോതിൽ അനുഭവപ്പെടും. അല്ലെങ്കിൽ ഈ രേഖപ്പെടുത്തുന്ന ചൂടിനേക്കാൾ ഒരു 5%-ലധികമൊക്കെ ചൂട് അനുഭവപ്പെടുമെന്നുള്ളതാണ് പാലക്കാട് ജില്ലയിലെ ഏറ്റവും വലിയ ഭീഷണി. ഏതായാലും ഈ ചൂട് തുടരുന്ന സമയത്ത് തന്നെ KCB ഇത്തരത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തുമെന്നുള്ളതും വലിയ ഒരു അറിയിച്ചിട്ടുണ്ട്. പാലക്കാട് ജില്ലയിലാണ് ആദ്യഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ പ്രദേശങ്ങളിൽ ഈ ഒരു നിയന്ത്രണത്തിന് സാധ്യതയുള്ളത് എന്നുള്ളതാണ് KCB ചൂണ്ടിക്കാട്ടുന്നത്. പാലക്കാട് ട്രാൻസ്മിഷന് കീഴിൽ വരുന്ന 15 സബ്സ്റ്റേഷനുകളിലാണ് രാത്രി 7 മുതൽ പുലർച്ചെ 1 മണി വരെയുള്ള സമയങ്ങളിൽ ഇത്തരത്തിൽ വൈദ്യുതി നിയന്ത്രണം ഉണ്ടാകാൻ സാധ്യതയുള്ളത്. ഇതിന് നിശ്ചിതമായ ഒരു സമയമൊന്നുമില്ല. എത്ര മണിക്കൂർ ഉണ്ടാകും എന്നുള്ളതൊന്നും തന്നെ അറിയിച്ചിട്ടില്ല. വൈദ്യുതി നിയന്ത്രണം ഉണ്ടാകും എന്നുള്ളത് മാത്രമാണ് KCB അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ സമയങ്ങളിൽ വൈദ്യുതി ഉപയോഗം, അനാവശ്യമായി വൈദ്യുതി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് നിർത്തുക എന്നുള്ളത് മാത്രമാണ് KCB മുന്നോട്ട് വെച്ചിരിക്കുന്ന പരിഹാരം. അങ്ങനെ വന്നാൽ ഒരുപക്ഷെ ഈ ഒരു വൈദ്യുതി നിയന്ത്രണം ഇല്ലാതാക്കാനുള്ള ഒരു മാർഗം കൂടിയായിരിക്കും എന്നുള്ളതും KCB ഏതായാലും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഏതായാലും പാലക്കാട് ജില്ലയിൽ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ വേനൽ മഴയ്ക്ക് സാധ്യതയുണ്ടാകുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അതും സംഭവിച്ചിട്ടില്ല. വേനൽ മഴ വന്ന് കാലാവസ്ഥയൊന്ന് തണുത്താൽ ഒരുപക്ഷെ വൈദ്യുതി ഉപയോഗം കുറയുമെന്നുള്ളതാണ് KCB പറയുന്നത്. നന്ദഗോപാലും RB സനൂപുമാണ് വിവരങ്ങൾ നൽകിയത്.